അങ്ങനെ CSK വേഴ്സസ് LSG മാച്ചിൽ അങ്ങനെ CSK ഇന്നത്തെ മാച്ച് 8 നിലയെ പൊട്ടിയിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ച് CSK ജയിച്ചിരുന്നെങ്കിൽ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 4 കയറേണ്ട ഒരു ടീമായിരുന്നു. അതായത് പ്ലേ ഓഫ്സ് ആയത് ഭയങ്കരമായിട്ട് ഓണായി നിന്ന ടീമായിരുന്നു CSK. അതായത് ഇന്നലത്തെ മാച്ച് പഞ്ചാബ് തോറ്റോടെ ഇന്നും CSK ഈ കളി ജയിച്ചിരുന്നെങ്കിൽ പ്ലേ ഓഫിൻ്റെ ഭയങ്കര നല്ലൊരു ഓപ്പൺ ചാൻസ് ആയിരുന്നു CSKയുടെ ഇത് മിസ്സായി പോയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബാറ്റിങ്ങിന് വന്ന CSKയുടെ ഓപ്പണിങ് അപ്പാടെ പഴച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സഞ്ജു ഫസ്റ്റ് ഓവർ കണ്ടപ്പോഴത്തേക്കും സഞ്ജു ഫസ്റ്റ് ഓവറിൽ 1 4 അടിക്കുന്നു, 2 4 അടിക്കുന്നു, 3 4 അടിക്കുന്നു. അത് ഒരു ഓവറിൽ തന്നെ നമുക്ക് ഏകദേശം 13 റൺസ് സഞ്ജു ആദ്യം അടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നല്ല രീതിയിൽ ഇന്ന് നല്ലതായിട്ട് കുറേ അത്യാവശ്യം നല്ല സ്കോർ എടുക്കുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഓവർ ഋതുരാജ് 1 4 അടിക്കുന്നു, 2 4 അടിക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായി നിൽക്കുന്നു. മൂന്നാമത്തെ ഓവർ തൊട്ട് ഓരോരുത്തവരുടെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കാർത്തിക് ശർമ്മ വന്ന എന്തോ ഭാഗത്ത് നിന്ന് കാർത്തിക് ശർമ്മ കളിച്ചു നല്ലതായിട്ട്. കാർത്തിക് ശർമ്മയും ബ്രവിസും കൂടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. എങ്ങനെയൊക്കെയോ സ്കോർ ലാസ്റ്റ് ശിവൻ ദുബൈയുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് എങ്ങനെയൊക്കെയോ 187 അടുപ്പിച്ച് എത്തിച്ചു എങ്ങനെയൊക്കെയോ. പക്ഷേ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചൽ മാഷ് വന്ന പാടെ എടുത്തിട്ടലക്കി. അത് ഒരു മയമില്ലാത്ത രീതിയിലായിരുന്നു മിച്ചൽ മാഷിൻ്റെ ബാറ്റിങ്. അത് കണ്ടിട്ട് തന്നെ കഴിച്ചിൽ വന്നു പോയി. മിച്ചൽ മാഷിൻ്റെ ബാറ്റിങ് കണ്ടപ്പോഴത്തേക്കും പകുതി പ്രതീക്ഷ അവിടെ തന്നെ പോയി. അതിനുശേഷം പുള്ളിക്കാൻ എങ്ങനെയൊക്കെ റണ്ണൗട്ടായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കളി ഏകദേശം LSGയുടെ കയ്യിലായി. ഇനി അടുത്ത കളി സൺറൈസേഴ്സ് തൊട്ട്, അത് ഗുജറാത്ത് തൊട്ട്. ഈ 2 കളി എന്തായാലും തോക്കും. ഒന്നാമത്തെ കാര്യം ഓർട്ടൺ പോയതുകൊണ്ട് തന്നെ ഇവരുടെ ബോളിംഗ് ഇപ്പോൾ നല്ല രീതിയിൽ വീക്കുമായി. പണ്ട് ഓർട്ടൺ ഇപ്പോൾ എന്തെങ്കിലും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഓർട്ടൺ വിക്കറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഓർട്ടൺ ഇഞ്ചുറി ആയി പോയതുകൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. എന്തായാലും ഇനി ഈ സീസൺ എന്തായാലും മൂഞ്ചി. ഇനി അടുത്ത സീസൺ നോക്കാം.